എന്താ പങ്കജം? ഒരു 500 രൂപ താ സാറേ. എന്ത് പറ്റി? മണിച്ചേട്ടൻ എന്ത് ചെയ്തു? വീട്ടിൽ കൊണ്ടുവച്ച കാശ് ഇവൻ കട്ടൂന്ന് പറഞ്ഞ് കയ്യിൽ കിട്ടിയത് എന്തോ എടുത്ത് അടിച്ചു പൊട്ടിച്ചു സാറേ. കള്ളം കുടിച്ച് ബോധമില്ലാതെ വരുമ്പോ കയ്യിലുള്ള കാശ് എവിടെങ്കിലും ഒളിച്ചു വെക്കും. ഒരു ഉറക്കം കഴിഞ്ഞ് എനിക്കും ഓർമ്മ കാണില്ല കാശ് എവിടെ വെച്ചു എന്ന്. ഇന്നും അങ്ങനെ തന്നെ. മോങ്ങടന്ന് വാകേറി കരയുമ്പോഴേക്ക് കാശ് കിട്ടുകയും ചെയ്തു. തിരിഞ്ഞൊന്നും നോക്കാതെ ഇറങ്ങി പോവുകയും ചെയ്തു. തുന്നലിടേണ്ടി വരി വന്നാണ് തോന്നണത്. ഇവിടെ ജോലി ചെയ്യുന്ന വീട്ടിലൊന്നും ആളില്ല സാറേ. അതുകൊണ്ടാ ഒരു 500. അവനെ കൊണ്ട് കാറിലോട്ട് കയറാം. അയ്യോ വേണ്ട സാറേ, സീറ്റിൽ ചോര പറ്റൂ. നിങ്ങൾ പറയുന്നേക്ക് കാറിൽ കയറാം. സാറേ കേറ് മോനെ. തുന്നലിട്ടേ അപ്പൊ കുറച്ചു നേരം കഴിഞ്ഞ് പോവാന്ന് പറഞ്ഞ്. അപ്പൊ മോൻ രാവിലെ മുതൽ ഒന്നും കഴിച്ചിട്ടില്ല. ഞാൻ പുറത്തു പോയി എന്തെങ്കിലും വാങ്ങിയേച്ചും വരാം. വേണ്ട സാർ, നേരത്തെ തന്ന പൈസയുടെ ബാക്കിയുണ്ട് എന്റെ കയ്യില്. അയ്യോ ഇത്ര പൈസ വേദനിക്കുന്നുണ്ടോ? Good night. Mira. Good night. Night. Mira. Thank you. നാളെ വരുവോ? Okay. നിങ്ങളുടെ പ്ലംബറിനെ പൊക്കാൻ പറയട്ടെ ടൗൺ സിയുടെ ഓഫീസിലേക്ക്. നാളെ ഞാനും അങ്ങോട്ട് പോവാം. അത് വേണ്ട. സോറി, ഞാനൊരു ഡിബേറ്റിനില്ല. എന്നാലും പറയാണ്, ആൽക്കഹോളിക് ആവുക എന്ന് പറഞ്ഞാൽ ഒരാൾ മനോരോഗിയായി എന്നാണ് കരുതേണ്ടത്. പോലീസ് ഭാഷയും മാൻ ഹാൻഡ്ലിംഗ് കൊണ്ട് അയാളെ ഒന്ന് ഭയപ്പെടുത്താമെന്നേ ഉള്ളൂ. പ്രോപ്പർ ട്രീറ്റ്മെന്റ് തന്നെയാണ് വേണ്ടത്. എന്റെ സാറേ, സയന്റിഫിക്കലി ഇതൊക്കെയാണ് ശരിയെന്ന് ഞങ്ങൾക്ക് അറിയാഞ്ഞിട്ടല്ല. പക്ഷെ ചില കേസിൽ ഇടിച്ചെന്ന ഗുണമുണ്ടല്ലോ. ഐ സെക്കൻഡ് ഇറ്റ്. ആ കിട്ടുന്ന ഇടിയുടെ ഓർമ്മയുണ്ടാവും പാവം കുട്ടിയുടെ നേർക്ക് കൈ ഓങ്ങുമ്പോ. പിന്നല്ലാതെ. രഘു, ഞാനൊരു സാധാ പോലീസ് കോൺസ്റ്റബിളിന്റെ മോള്. അക്കാഡമി ട്രെയിനിങ്ങിനേക്കാളും എന്നെ പലപ്പോഴും ഹെൽപ്പ് ചെയ്യണത് ആ ബാക്ക്ഗ്രൗണ്ടിന്റെ പ്രാക്ടിക്കൽ സെൻസ്. ഇറ്റ്സ് അപ് ടു യു. ഒന്ന് വിളിച്ച് വാൺ ചെയ്യുന്നേ തെറ്റില്ല. അന്വേഷിച്ചിട്ട് റിപ്പോർട്ട് ചെയ്യണം. ശരി. ആരാ? പ്ലംബറാണ് സാർ. ലീക്ക് കൊണ്ട് വരണമെന്ന് പറഞ്ഞു. നിന്റെ പേരെന്താ? മണിയൻ. മണിയൻ. ASP ഓഫീസിലെ പ്രശ്നം. നീ വാ. ടൂൾസ് ഒക്കെ പിന്നെ എടുക്കാം. നീ വാ. കേറി വാടോ. നീ എവിടത്തുകാരനാടാ? തിരുവനന്തപുരമാണ് സ്വദേശം മാഡം. ഇവിടെ വന്നിട്ട് എത്ര കാലായി? ഇവിടെ വന്നിട്ട് കുറെ കൊല്ലങ്ങളായി. നിനക്ക് പിള്ളേർ എത്രയുണ്ട്? 3. അതില് മൂത്ത ആൺകുട്ടിയെ നീ അനാവശ്യമായിട്ട് തല്ലാറുണ്ടോ? ഇല്ല മാഡം. എന്റെ കീഴിലുള്ള ഏതെങ്കിലും പോലീസുകാരനെ കൊണ്ട് ചെയ്യിക്കാവുന്ന കാര്യമുള്ളൂ ഇത്. പക്ഷെ ഞാൻ കൈമെനക്കെടുത്തത് എന്തിനാണെന്നറിയോ? ഒരു പെണ്ണിന്റെ കയ്യിൽ നിന്ന് ചെകിടത്ത് കിട്ടിയതിന്റെ ഓർമ്മ നിനക്കുണ്ടാവാൻ വേണ്ടിട്ടാ. ഇനി നീ ആ കുട്ടിയെ തൊട്ടും ഞാൻ അറിഞ്ഞ ചവിട്ടിക്കൂട്ടി കളയും ഞാൻ. മനസ്സിലാടാ? ഓ സർ,
ഇതെന്താണെന്നറിയാവോ ബിനോയ്? സാറെന്താ ആളെ കളിയാക്കുക? അറിയാമെങ്കിൽ പറയടാ, സമയം കളയാതെ. സാർ എന്നെ എത്ര വേണേലും തള്ളക്കി വിളിച്ചു. പക്ഷേ ക്യാമറ എടുത്ത് വെച്ചിട്ട് ഒരു ക്യാമറാമാനോട് ഇത് എന്താന്ന് ചോദിച്ചാ അത് വലിയ ഇൻസൾട്ടാ. എന്നാ ബിനോയ്, ഇത്രയും കാലം ഇത് നിനക്ക് ക്യാമറ ആയിരുന്നേല് ഇനി മുതൽ ഇത് നിന്റെ കണ്ണാ. യുവർ തേർഡ് ഐ. ഇതിലൂടെ വേണം നീ എനിക്ക് വേണ്ടി കാണാൻ. സാറിന്റെ കണ്ണു തുറന്നു. എന്ത്? ആ, ഇത് വാങ്ങുന്നതിന് മുമ്പ് നീ ഒരു കാര്യം അറിയാനുണ്ട്. ടെക്നിക്കലാ? തേങ്ങ. എടാ, ഏത് ശുഭകാര്യവും തുടങ്ങുന്നതിന് മുമ്പ് നമ്മൾ തേങ്ങ ഉടയ്ക്കുന്നത് എന്തിനാണെന്നറിയോ? ഒരു തേങ്ങയല്ലേ സാറേ, അത് ഉടയ്ക്കാനുള്ളതല്ലേ? എടാ പോത്തെ, യെസ് സാർ. അഹംബോധം, അതിനെയാണ് ഉടച്ചു കളയുന്നത്. എന്ന് വെച്ചാൽ നീ വലിയ ക്യാമറമാനും പുല്ലും ഒന്നും അല്ല എന്ന തിരിച്ചറിവിന്റെ വിനയം ഉണ്ടാകണം നിന്റെ ഉള്ളിൽ. മനസ്സിലായ? നീ നേരെ പോകുന്നത് തൊട്ടടുത്തുള്ള ബിവറേജസ് ഔട്ട്ലെറ്റിലേക്കാണ്. സാറ് തുടങ്ങാൻ തീരുമാനിച്ചോ? നന്നായി. ഇഡിയറ്റ്. കള്ളു വാങ്ങാനല്ല, നീ ഷൂട്ട് ചെയ്യാനാണ് അവിടേക്ക് പോകുന്നത്. രാവിലെ മുതൽ രാത്രി വരെ തുറന്നിരിക്കുന്ന ബിവറേജസ് ഔട്ട്ലെറ്റുകൾക്ക് മുന്നിൽ വരി നിന്ന് മനുഷ്യ ചങ്ങലയായി പിന്നെ പല വഴി പിരിഞ്ഞു പോകുന്ന മനുഷ്യരെയാണ്, അവരുടെ ലൈഫിനെയാണ് നീ ഷൂട്ട് ചെയ്യുന്നത്. സാർ, സോ സ്റ്റാർട്ട് ക്യാമറ. എന്റെ കൊച്ചെ, എനിക്ക് ആരുമായിട്ടും ബന്ധപ്പെടണ്ട. ഈ പ്രായത്തിൽ പീഡന കേസിലകത്ത് പോവുകയും വേണ്ട. ബന്ധപ്പെടാന് വേറെ പണിയില്ലേ? സ്വന്തം ഭാര്യയായിട്ടില്ല, പിന്നല്ലേ നാട്ടുകാരുമായിട്ട്. ആ പിന്നെ വിളിക്കണേ, ഞാനൊരു മീറ്റിംഗിലാണ്. ഇന്ന് എന്നെ പ്രതീക്ഷിക്കേണ്ട പോലാളി. ഭാര്യയ്ക്ക് സുഖമില്ല, ഞാനിപ്പോൾ ആസ്പത്രിയിലുള്ളത്. ഇനി ഞാൻ തിങ്കളാഴ്ച പണിക്ക് കയറുള്ളൂ. ആ എന്താ അരിയില്ലേ വെക്കണ്ടടി? പട്ടിണി കിടന്നോ? ഞാൻ നിന്നോട് പറഞ്ഞിട്ടുണ്ട് പണിസ്ഥലത്തേക്ക് വിളിക്കരുതെന്ന്. ഫോണ് വെക്കടി. ഇച്ചിരി വെള്ളം കഴിച്ചേ. പൊന്നുമോനെ, ഇത് എന്താണ് പരിപാടി? ഒന്നുമില്ലേട്ടാ, ചേട്ടനൊരു പടം എടുക്കുന്നതാ. ആ, പടം എടുത്തോ? പക്ഷെ അനുവാദം ചോദിക്കണം. എക്സ്ക്യൂസ് മീ, ക്യാൻ ഐ ടേക്ക് എ പിക്ചർ എന്ന് ചോദിക്കണം. അതാ മര്യാദ. എടുത്തോ. ഒഴിക്കടാ. ഫോട്ടോ എടുക്കുന്ന ക്യാമറയില്ല, വീഡിയോ ക്യാമറ. ആഹാ, ആണോ മോനെ? അതെ. ഏയ്, ഇതില് സ്റ്റില്ലും എടുക്കാം, വീഡിയോയും എടുക്കാം. ടെലിവിഷൻ ചാനലാണ്. ആഹാ, എടാ തറവാട്ടി പറഞ്ഞ പിള്ളേരെ ബിവറേജസിന്റെ മുമ്പിൽ വരി വരിയായി നിൽക്കുന്നത് ക്യാമറയിൽ എടുത്ത് നീ ടെലിവിഷനിൽ കാണിക്കലടാ. മാന്യന്മാരെ അപമാനിച്ചോണ്ടല്ലോ കാര്യം തല്ലി ഓടിക്കും. ഞാൻ ടെലിവിഷൻ ചാനലിൽ നിന്നല്ല, വെറുതെ ഒരു രസത്തിന് ഇങ്ങനെ. വെറുതെ രസത്തിന് നീ ഇതിന്റെ തന്തയുടെ ശവം കുളിപ്പിക്കുന്ന ക്യാമറയിൽ കൂടാ കൊടുക്കണേ. ഇവിടെ മേസ്ത്രി, ഇവൻ കുറെ നേരെ ക്യാമറയും കൊണ്ട് ഇവിടെ കറങ്ങുന്നു. വിടരുതവനെ. ശരിക്കും വിടറാ. പോലീസ്.